ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സൈക്കോളജിയുടെ 9ാമത്തെ ക്ലാസ്സാണ്. മനഃശാസ്ത്ര സമീപനങ്ങൾ അഥവാ അപ്രോച്ചസ് ടു സൈക്കോളജിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മനഃശാസ്ത്ര സമീപനത്തിൻ്റെ പാർട്ട് 2 ആണ് ഇന്ന്. പാർട്ട് 1 കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഈ ക്ലാസ് കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തതോ അല്ലെങ്കിൽ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് ചോദിക്കുക. അതുപോലെ തന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ പറയാം. എന്നാൽ മാത്രമേ എനിക്ക് അടുത്ത വീഡിയോയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ വേണ്ടിയോ എന്നൊക്കെ മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തും. നിങ്ങൾ സപ്പോർട്ട് തന്നാൽ മാത്രമേ എനിക്കും പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരു ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. അപ്രോച്ചസ് ടു സൈക്കോളജി, മനഃശാസ്ത്ര സമീപനങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് മനഃശാസ്ത്ര സമീപനങ്ങൾ പഠിച്ചിരുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമീപനമാണ് സവിശേഷക സമീപനം അഥവാ ട്രയഡ് അപ്രോച്ച്. സവിശേഷക സമീപനം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. സവിശേഷക സമീപനം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഈ ഭാഗത്തുനിന്ന് എന്തായാലും എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം വളരെയധികം ശ്രദ്ധിച്ച് തന്നെ പഠിക്കാം. അപ്പോൾ എന്താണ് സവിശേഷക സമീപനം എന്ന് നോക്കാം. വ്യക്തികളുടെ ചില സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തിത്വത്തെ നിർണയിച്ച സമീപനമാണ് സവിശേഷക സമീപനം. വ്യക്തികളുടെ ചില സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തിത്വത്തെ നിർണയിച്ച സമീപനം. അതായത് വ്യക്തികളുടെ ചില സവിശേഷതകളുടെ അടിസ്ഥാനത്തിലാണ് വ്യക്തിത്വത്തെ നിർണയിച്ചത്. സവിശേഷതകളുടെ അടിസ്ഥാനത്തിലാണ് വ്യക്തിത്വത്തെ നിർണയിച്ചത് എന്നാണ് സവിശേഷക സമീപനം അഥവാ ട്രയഡ് അപ്രോച്ച് പറയുന്നത്. വ്യക്തികളുടെ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ സവിശേഷക സമീപനത്തെ വൈയക്തിക ചിന്താവൃത്തി സിദ്ധാന്തം, പ്രതല പ്രഭവ സവിശേഷത സിദ്ധാന്തം, വൈയക്തിക ചിന്താവൃത്തി സിദ്ധാന്തം, പ്രതല പ്രഭവ സവിശേഷത സിദ്ധാന്തം എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചു. വൈയക്തിക ചിന്താവൃത്തി സിദ്ധാന്തം അഥവാ തിയറി ഓഫ് പേഴ്സണൽ ഡിസ്പോസിഷൻ, പ്രതല പ്രഭവ സവിശേഷത സിദ്ധാന്തം സർഫസ് സോഴ്സ് ട്രയഡ് തിയറി എന്നും പറയുന്നു. അപ്പം നമ്മൾ ഇന്ന് പഠിക്കുന്നത് വൈയക്തിക ചിന്താവൃത്തി സിദ്ധാന്തം അഥവാ തിയറി ഓഫ് പേഴ്സണൽ ഡിസ്പോസിഷൻ. ഈ തിയറി ആരുടേതാണ്? GW ആൽപോർട്ട്. ആരുടേതാണ്? ആൽപോർട്ട്. വൈയക്തിക ചിന്താവൃത്തി സിദ്ധാന്തം ആൽപോർട്ടിൻ്റേതാണ്. അത് മറന്നു പോവാതിരിക്കുക. ആൽപോർട്ട് ആരാണ്? വ്യക്തിത്വ മനഃശാസ്ത്രത്തിന് നിരവധി സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് GW ആൽപോർട്ട്. അതായത് വ്യക്തിത്വ മനഃശാസ്ത്രത്തിന് നിരവധി സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് GW ആൽപോർട്ട്. എന്തൊക്കെയാണ്? മേധാവിത്വം അനുസരണയുള്ളവൻ, ഒതുങ്ങിക്കഴിയുന്നവൻ, പ്രായോഗിക ബുദ്ധിയുള്ളവൻ. മേധാവിത്വം പ്രകടിപ്പിക്കുന്നവൻ, അനുസരണയുള്ളവൻ, ഒതുങ്ങിക്കഴിയുന്നവൻ, പ്രായോഗിക ബുദ്ധിയുള്ളവൻ. ഇതൊക്കെ ആൽപോർട്ടിൻ്റെ ആശയങ്ങളാണ്. ഇതൊന്നും കാണാതെ പഠിക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കിയിട്ട് പോവാം. അടുത്തത് നിങ്ങൾക്ക് എപ്പോഴും എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗമാണ്. അപ്പം നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ആൽപോർട്ട് സവിശേഷകങ്ങളെ 3ആയിട്ട് തരംതിരിച്ചു. ഒന്ന് കേന്ദ്ര, മുഖ്യ, പ്രമുഖ സവിശേഷതകൾ. 2 കേന്ദ്രീയ, മധ്യമ സവിശേഷത. 3 രണ്ടാം നിര, ദ്വിതീയ സവിശേഷത. സവിശേഷകങ്ങളെ
മൂന്നായിട്ട് തരംതിരിച്ചു. ഒന്ന് കേന്ദ്ര സവിശേഷത, അല്ലെങ്കിൽ മുഖ്യ സവിശേഷത, അല്ലെങ്കിൽ പ്രമുഖ സവിശേഷത എന്നും പറയുന്നു. അതായത് കാർഡിനൽ ട്രൈറ്റ്. രണ്ട് കേന്ദ്രീയ സവിശേഷത, അല്ലെങ്കിൽ മധ്യമ സവിശേഷത അഥവാ സെൻട്രൽ ട്രൈറ്റ്. മൂന്ന് രണ്ടാം നിര സവിശേഷത, അല്ലെങ്കിൽ ദ്വിതീയ സവിശേഷത അഥവാ സെക്കൻഡറി ട്രൈറ്റ് എന്നും പറയുന്നു. നിങ്ങൾ ഈ സവിശേഷതകളുടെ എല്ലാ പേരുകളും പഠിച്ചു വെക്കണം. കാരണം ക്വസ്റ്റ്യൻസിൽ അങ്ങനെയാണ് വരാറുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ പേരുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ അത് പഠിച്ചു വെക്കുക. അപ്പം നമുക്ക് ഒന്നാമത്തെ സവിശേഷത നോക്കാം. കേന്ദ്ര സവിശേഷത, അല്ലെങ്കിൽ മുഖ്യ സവിശേഷത, പ്രമുഖ സവിശേഷത അഥവാ കാർഡിനൽ ട്രൈറ്റ്. എന്താണ്? ഒരു വ്യക്തിയിൽ മിക്കപ്പോഴും പ്രകടമാവുന്നതും മേൽക്കൈ നേടുന്നതുമായ സവിശേഷത. ഒരു വ്യക്തിയിൽ മിക്കപ്പോഴും പ്രകടമാവുന്നതും മേൽക്കൈ നേടുന്നതുമായ സവിശേഷതയാണ് കേന്ദ്ര സവിശേഷത അഥവാ കാർഡിനൽ ട്രൈറ്റ്. വ്യക്തിത്വ സവിശേഷകങ്ങൾ മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഏത് സവിശേഷതയിലാണ്? കേന്ദ്ര സവിശേഷതയിലാണ്, അല്ലേ? അതായത് വ്യക്തിത്വ സവിശേഷകങ്ങൾ മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് കേന്ദ്ര സവിശേഷത അഥവാ മുഖ്യ സവിശേഷതയിലാണ്. അതും കൂടെ ഓർത്തു വെക്കുക. ഗാന്ധിജി അഹിംസ, ഫലിതം, അക്രമരാഹിത്യം, സ്വേച്ഛാധിപത്യം, ഭൂതയ, ഇതൊക്കെയാണ് കേന്ദ്ര സവിശേഷതയുടെ എക്സാമ്പിൾസ്. അപ്പോൾ ഡെഫിനിഷൻ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? എക്സാമ്പിൾസ് നന്നായിട്ട് നോക്കുക. ഗാന്ധിജി അഹിംസ, ഫലിതം, അക്രമരാഹിത്യം, സ്വേച്ഛാധിപത്യം, ഭൂതയ. ഒരു വ്യക്തിയിൽ മിക്കപ്പോഴും പ്രകടമാവുന്നതും എന്നാൽ അതിൽ മേൽക്കൈ നേടുന്നതുമായ സവിശേഷതയാണ് കേന്ദ്ര സവിശേഷത. അടുത്തതായിട്ട് കേന്ദ്രീയ സവിശേഷത, അല്ലെങ്കിൽ മധ്യമ സവിശേഷത അഥവാ സെൻട്രൽ ട്രൈറ്റ്. എന്താണ്? ഒരു വ്യക്തിയിൽ കാണപ്പെടുന്ന ഒരു കൂട്ടം സവിശേഷത. ഒരു വ്യക്തി കാണപ്പെടുന്ന ഒരു കൂട്ടം സവിശേഷത. അതായത് എക്സാമ്പിൾസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ദയ, സത്യസന്ധത, വിധേയത്വം, വിശ്വാസ്യത, സ്വാർത്ഥത, ഇതൊക്കെ ഒരു വ്യക്തിയിൽ കാണപ്പെടുന്ന ഒരു കൂട്ടം സവിശേഷതകളല്ലേ? അപ്പോൾ അതാണ് കേന്ദ്രീയ സവിശേഷത അല്ലെങ്കിൽ മധ്യമ സവിശേഷത എന്നുകൂടെ പറയും. എക്സാമ്പിൾസ് ഒന്നും കൂടെ നോക്കിക്കോ. ദയ, സത്യസന്ധത, വിധേയത്വം, വിശ്വാസ്യത, സ്വാർത്ഥത തുടങ്ങിയവയാണ് കേന്ദ്രീയ സവിശേഷതയിൽ വരുന്നത്. അടുത്തതായിട്ട് രണ്ടാം നിര അല്ലെങ്കിൽ ദ്വിതീയ സവിശേഷത അഥവാ സെക്കൻഡറി ട്രൈറ്റ്. ഇത് മനോഭാവങ്ങൾ എന്ന പേരിലും അറിയപ്പെടുന്നു. മനോഭാവങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന സവിശേഷത ഏതാണ്? രണ്ടാം നിര അല്ലെങ്കിൽ ദ്വിതീയ സവിശേഷതയാണ്. എന്താണ്? മനോഭാവങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അതെന്താണെന്ന് നോക്കാം. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം പ്രകടമാവുന്നതും ഒരു വ്യക്തിയുടെ പ്രവർത്തന മേഖലയിൽ ചെറിയ രീതിയിൽ സ്വാധീനം ചെലുത്തുന്ന ചില സവിശേഷതയാണ് ദ്വിതീയ സവിശേഷത. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം പ്രകടമാവുന്നതും ഒരു വ്യക്തിയുടെ പ്രവർത്തന മേഖലയിൽ ചെറിയ രീതിയിൽ സ്വാധീനം ചെലുത്തുന്ന ചില സവിശേഷതയാണ് ദ്വിതീയ സവിശേഷത അഥവാ മനോഭാവങ്ങൾ എന്ന പേരിലും ഈ സവിശേഷത അറിയപ്പെടുന്നു. അതായത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമാണ് ഇത് പ്രകടമാവുന്നത്. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ പ്രവർത്തന മേഖലയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ചെറിയ രീതിയിൽ സ്വാധീനം ചെലുത്തുന്നുമുണ്ട്. അതാണ് രണ്ടാം നിര സവിശേഷത അല്ലെങ്കിൽ ദ്വിതീയ സവിശേഷത എന്നറിയപ്പെടുന്നത്. അപ്പം നമ്മൾ ആൽപോർട്ടിൻ്റെ 3 തരം സവിശേഷത പഠിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൽ നിന്നും ആൽപോർട്ട് വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്നത് ഇപ്രകാരമാണ്. അതായത് ഒരാളുടെ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്നത് കേന്ദ്ര സവിശേഷതകളും മധ്യ സവിശേഷതകളും ദ്വിതീയ സവിശേഷതകളും ചേർന്നതാണ്.
എന്താണ്? ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആൽപോർട്ട് വ്യക്തിത്വത്തെ നിർണയിക്കുന്നത് ഇപ്രകാരമാണ്. എങ്ങനെയാ? ഒരാളുടെ വ്യക്തിത്വത്തെ നിർണയിക്കുന്നത് കേന്ദ്ര സവിശേഷതകളും മധ്യമ സവിശേഷതകളും ദ്വിതീയ സവിശേഷതകളും ചേർന്നതാണ്. ആൽപോർട്ട് വ്യക്തിത്വത്തെ നിർണയിക്കുന്നത് ഈ 3 സവിശേഷതകളും കൂടി ചേർന്നിട്ടാണ്. അതായത് ഒരാളുടെ വ്യക്തിത്വത്തെ നിർണയിക്കുന്നത് കേന്ദ്ര സവിശേഷതകളും മധ്യ സവിശേഷതകളും ദ്വിതീയ സവിശേഷതകളും ചേർന്നതാണ്. ആൽപോർട്ട് വ്യക്തിത്വത്തിന് മറ്റൊരു നിർവചനം കൂടി നൽകിയിട്ടുണ്ട്. ആൽപോർട്ടിൻ്റെ അഭിപ്രായത്തിൽ വ്യക്തിത്വം എന്നത് എങ്ങനെയാണ് നിർവചിക്കുന്നത്? ഒരു വ്യക്തിയുടെ സവിശേഷമായ വ്യവഹാരത്തെയും ചിന്തയെയും നിർണയിക്കുന്ന ശാരീരിക മാനസിക സംവിധാനങ്ങളുടെ ചലനാത്മകമായ ആന്തരിക സംഘടനയാണ് വ്യക്തിത്വം. എന്താണ്? ഒരു വ്യക്തിയുടെ സവിശേഷമായ വ്യവഹാരത്തെയും ചിന്തയെയും നിർണയിക്കുന്ന ശാരീരിക മാനസിക സംവിധാനങ്ങളുടെ ചലനാത്മകമായ ആന്തരിക സംഘടനയാണ് വ്യക്തിത്വം എന്നാണ് ആൽപോർട്ട് നിർവചിക്കുന്നത്. അതായത് പേഴ്സണാലിറ്റി ഈസ് ദ ഡൈനാമിക് ഓർഗനൈസേഷൻ within the individual of those psychophysical systems that determines the characteristics, behaviors and thoughts. ആൽപോർട്ട് വ്യക്തിത്വത്തിന് 2 നിർവചനങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഒരാളുടെ വ്യക്തിത്വത്തെ നിർണയിക്കുന്നത് കേന്ദ്ര സവിശേഷതകളും മധ്യ സവിശേഷതകളും ദ്വിതീയ സവിശേഷതകളും ചേർന്നതാണ് എന്നാണ് ആൽപോർട്ട് പറയുന്നത്. എന്നാൽ ആൽപോർട്ടിൻ്റെ മറ്റൊരു നിർവചനമാണ് ഒരു വ്യക്തിയുടെ സവിശേഷമായ വ്യവഹാരത്തെയും ചിന്തയെയും നിർണയിക്കുന്ന ശാരീരിക മാനസിക സംവിധാനങ്ങളുടെ ചലനാത്മകമായ ആന്തരിക സംഘടനയാണ് വ്യക്തിത്വം എന്നാണ് GW ആൽപോർട്ട് പറയുന്നത്. ഈ നിർവചനങ്ങൾ നിങ്ങൾ കാണാതെ പഠിക്കുകയൊന്നും വേണ്ട. എന്നാൽ ഇത് വ്യക്തിത്വത്തെക്കുറിച്ചുള്ളതാണെന്നും അതുപോലെ തന്നെ ആൽപോർട്ടിൻ്റെ നിർവചനമാണ് എന്നും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവണം ഇത് ആൽപോർട്ടിൻ്റെതാണ്, അതുപോലെ തന്നെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള നിർവചനമാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളത് മനഃശാസ്ത്ര സമീപനങ്ങൾ എന്ന ഭാഗത്തിലെ സവിശേഷക സമീപനങ്ങളാണ്. അതിലെ വൈയക്തിക ചിന്താവൃത്തി സിദ്ധാന്തം അഥവാ തിയറി ഓഫ് പേഴ്സണൽ ഡിസ്പോസിഷനാണ് ഇന്ന് പഠിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് അതിൽ രണ്ടാമത്തേത് പ്രതല പ്രഭവ സവിശേഷത സിദ്ധാന്തം, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.